വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ നിരവധി സഹകരണ ബാങ്കിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സഹകരണ സർവീസ് ബോർഡാണ് ഇത് എക്സാം കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. സോ ഇതിൻ്റെ വിജ്ഞാപനം വന്ന തീയതി നമുക്ക് നോക്കാം. 5/3/2026 സോ അതിൻ്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 4/4/2026 ഓർത്തിരിക്കുക. ഇതൊരു നേരിട്ടുള്ള നിയമനമാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണെന്ന് ഓർത്തിരിക്കുക. കാറ്റഗറി നമ്പർ നോക്കാം. 14/2026 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, അതുപോലെ തന്നെ കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഒരു ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത് 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കാം. ഇനി ഏതൊക്കെ ബാങ്കിലേക്കാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. ഏനാത്ത് സർവീസ് സഹകരണ ബാങ്ക് പത്തനംതിട്ട, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒരു വേക്കൻസി, ജനറലാണ്, 14,000 മുതൽ 37,000 വരെയാണ് സാലറി. പിന്നീട് വിളിച്ചിരിക്കുന്നത് കോട്ടപ്പടി സർവീസ് സഹകരണ ബാങ്ക് എറണാകുളത്തേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഭിന്നശേഷി വിഭാഗത്തിനാണ് റിസർവ് ചെയ്തിരിക്കുന്ന വേക്കൻസിയാണ്, ഒരു വേക്കൻസി. പിന്നീട് വിളിക്കുന്ന പയ്യന്നൂർ സഹകരണ റൂറൽ ബാങ്ക് കണ്ണൂരേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ജനറൽ ഒരു വേക്കൻസി, 18,000 മുതൽ 46,000 വരെയാണ് സാലറി എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ 3 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ 18 മുതൽ 40 വയസ്സുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. SC/ST കാൻഡിഡേറ്റിന് അതിൻ്റേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. ഇനി എക്സാം കണ്ടക്ട് ചെയ്യുന്നത് 100 ചോദ്യങ്ങളാണെന്ന് ഓർത്തിരിക്കുക. ഓരോ ചോദ്യത്തിനും 1 മാർക്കാണ് കിട്ടുന്നതെന്നും ഓർത്തിരിക്കുക. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ഫീസ് നോക്കാം. ആപ്ലിക്കേഷൻ ഫീസ് നോക്കുവാണെങ്കിൽ 150 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. അതിൽ 50 രൂപ നിങ്ങളിപ്പം അഡീഷണലി നിങ്ങൾ വേറൊരു ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 50 രൂപ അടച്ച് നിങ്ങൾക്ക് അഡീഷണലി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി SC/ST കാൻഡിഡേറ്റിന് നിങ്ങൾക്ക് എക്സാം ഫീസ് വരുന്നത് 50 രൂപയാണ്. ഇതിന് നിങ്ങൾ അഡീഷണലി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 50 രൂപ അടച്ച് വേണം അതിനും അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. ഇനി അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നത് www.keralacsb.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സോ അതിനുശേഷം അപ്ലൈ ചെയ്തതിനു ശേഷം മൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന പേജ് എടുത്ത് അവിടെ പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണെന്ന് ഇവിടെ മെയിൻലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നോക്കാം, 4/4/2026. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ സർവീസ് സഹകരണ ബാങ്കിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. താങ്ക് യു.